ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങൾക്കനുസരിച്ചല്ലാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഏറ്റവും പഴയ ആയുധമാണ് ഉപരോധം. എന്നാൽ 2026-ൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ പ്രയോഗിച്ച നാവിക ഉപരോധം ഒരു വൻ പരാജയമായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾ കാവൽ നിന്നിട്ടും ഇറാന്റെ എണ്ണക്കിണറുകൾ പൊട്ടിത്തെറിക്കുമെന്ന ട്രംപിന്റെ പ്രവചനം വെറും പാഴ്വാക്കായി മാറി. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് നടത്തിയ പ്രഖ്യാപനം അമേരിക്കൻ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹാരമാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ അവരുടെ സമ്പദ്വ്യവസ്ഥ തകരുമെന്നും എണ്ണക്കിണറുകൾ സമ്മർദ്ദം മൂലം പൊട്ടിത്തെറിക്കുമെന്നുമാണ് ട്രംപ് പ്രവചിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ശാസ്ത്രീയ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ഉൽപ്പാദനം സുഗമമായി തുടരുകയാണ്. 3 ദിവസത്തിനുള്ളിൽ ഒരു കിണറും പൊട്ടിത്തെറിച്ചില്ല, വേണമെങ്കിൽ 30 ദിവസത്തേക്ക് കൂടി ഞങ്ങൾ കിണറുകൾ ലൈവ് സ്ട്രീം ചെയ്യാം എന്ന ഗാലിബാഫിന്റെ പരിഹാസം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയത്തെയാണ് തുറന്നുകാട്ടുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്തിനെപ്പോലുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന ജങ്ക് അഡ്വൈസുകൾ അഥവാ പാഴുപദേശങ്ങൾ വിശ്വസിക്കുന്ന ട്രംപ് ഭരണകൂടം ലോകവിപണിയിൽ സ്വയം പരിഹാസ്യരാവുകയാണ്. ഇറാനെ തളർത്താൻ അമേരിക്ക നടത്തിയ നീക്കം തിരിച്ചടിച്ചത് ലോകരാജ്യങ്ങൾക്കാണ്. ഇറാന്റെ എണ്ണവിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് കരുതിയ അമേരിക്കൻ നീക്കം ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ബാരലിന് $120 എന്ന നിലയിലേക്ക് വില എത്തിയപ്പോൾ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ഇറാൻ തന്നെയായി മാറി. അടുത്ത സ്റ്റോപ്പ് $140 എന്ന ഗാലിബാഫിന്റെ മുന്നറിയിപ്പ് അമേരിക്കൻ ജനതയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇറാനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചാൽ ലോകം മുഴുവൻ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം അനുഭവിക്കേണ്ടിവരും എന്നതാണ്. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനോടിച്ച് ഇറാൻ ഇതര മാർഗങ്ങളിലൂടെ എണ്ണ വിൽക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഉറക്കം കെടുത്തുകയാണ്. ലോകത്തേറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേനയെ വിന്യസിച്ചുകൊണ്ട് ഇറാനിയൻ കപ്പലുകളെ തടയാമെന്നാണ് അമേരിക്ക കരുതിയത്. എന്നാൽ പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളെ അതിജീവിച്ച് ശീലിച്ച ഇറാൻ സമാന്തര വ്യാപാരപാതകളും പുതിയ പങ്കാളികളെയും കണ്ടെത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഇറാനിലേക്ക് 6 പുതിയ വ്യാപാരപാതകൾ തുറന്നതും പുടിന്റെ പിന്തുണയും അമേരിക്കൻ ഉപരോധത്തെ ഒരു കടലാസു കഷ്ണം മാത്രമാക്കി മാറ്റി. പൈപ്പ് ലൈനുകളിലും ജലസംഭരണികളിലും അമിത സമ്മർദ്ദം സൃഷ്ടിച്ച് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാമെന്ന അമേരിക്കൻ മോഹം വെറും ദിവാസ്വപ്നമായി അവശേഷിക്കുന്നു. മുൻ സൈനിക കമാൻഡറായ ഗാലിബാഫിനെ പോലുള്ള നേതാക്കൾ ഇറാന്റെ പ്രതിരോധത്തിന് നേതൃത്വം നൽകുന്നത് വെറുതെയല്ല. എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുള്ള ഗാലിബാഫിന് അമേരിക്കൻ തന്ത്രങ്ങളിലെ സാങ്കേതിക വിള്ളലുകൾ കൃത്യമായി അറിയാം. ഉപരോധങ്ങൾക്കിടയിലും സ്വയം പര്യാപ്തത കൈവരിച്ച ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ ഇത്തരം നാടകങ്ങൾക്കൊന്നും കഴിയില്ലെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു. അമേരിക്കൻ ജനത വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുമ്പോൾ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും സൈനികമായി കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ്. സമാധാന കരാറിനായി ഇറാനെ നിർബന്ധിക്കാൻ ഉപരോധം ഉപയോഗിക്കാമെന്ന് കരുതുന്ന അമേരിക്ക ഇറാനിയൻ ജനതയുടെ മനക്കരുത്തിനു മുന്നിൽ പരാജയപ്പെടുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ കെട്ടിപ്പടുക്കുന്ന പുതിയ സഖ്യം ഡോളർ അധിഷ്ഠിത സാമ്പത്തിക ക്രമത്തിന് വലിയ ഭീഷണിയാണ്. ആത്യന്തികമായി ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക സ്വന്തം സാമ്പത്തിക അടിത്തറ തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ എണ്ണക്കിണറുകളല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക തന്ത്രങ്ങളാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ബാരലിന് $140 എണ്ണവിലയെത്തുമ്പോൾ അമേരിക്കൻ ജനത ട്രംപിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഉപരോധം കൊണ്ട് ഒരു രാജ്യത്തെയും തോൽപ്പിക്കാനാവില്ലെന്നും ആത്മവിശ്വാസമുള്ള ഒരു ജനതയ്ക്ക് ഏത് സാമ്രാജ്യത്വത്തെയും വെല്ലുവിളിക്കാമെന്നും ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ കരുത്ത് ഇന്ന് വെറും എണ്ണയിലല്ല, മറിച്ച് അവരുടെ അചഞ്ചലമായ രാഷ്ട്രീയ നിലപാടുകളിലാണ്.